ഏതാണ്ട് 4-5 ദിവസം കൂടി അത് തുടരുക തന്നെ ചെയ്യും. ഇന്ന് ഒരു ന്യൂനമർദ്ദ പാത്തി കൂടി രൂപവൽക്കരിക്കുന്നതോടെ മഴയുടെ അളവും മൺസൂൺ കാറ്റിൻ്റെ ശക്തിയും വർദ്ധിക്കും എന്നാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി പരക്കെ മഴ പെയ്ച്ചിട്ടുണ്ട്. പരക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, പരക്കെ പെയ്ത മഴയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് മരങ്ങൾ കടപുഴകി വീഴുകയും അത് പലപ്പോഴും വിവിധങ്ങളായിട്ടുള്ള വീടുകളുടെ മീതെ വരികയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള സ്ഥിതി കാണാനുണ്ട്. 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന കണക്കാണ് ഇന്നലെ വൈകുന്നേരം വരെ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ആ കണക്കുകൾ ഇനിയും വന്നു ചേരാനുണ്ട്. 586 വീടുകൾ ഭാഗികമായും 21 വീടുകൾ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് നമുക്ക് പ്രാഥമികമായി റവന്യൂവിന് ലഭ്യമായിട്ടുള്ള അറിവുകൾ വെച്ച് ബോധ്യപ്പെടുന്നത്. 29-30 തീയതികളിൽ പ്രത്യേകമായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം എന്ന് ജില്ലാ കളക്ടർമാരോടും താഴത്തുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരോടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൺസൂൺ നിങ്ങൾക്കറിയാവുന്നതുപോലെ നേരത്തെ വന്നു എന്ന് മാത്രമല്ല, ശക്തമായിട്ടുള്ള കാറ്റാണ് കാണുന്നത്. കൊച്ചിയിലെ റഡാറിൽ പരിശോധിക്കുമ്പോൾ 85 മുതൽ 90 വരെ വേഗതയിൽ കാറ്റ് വീശിയതിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് മലയോര മേഖലകളിലെ യാത്ര, പ്രത്യേകിച്ച് രാത്രികാല യാത്ര, നല്ല ശ്രദ്ധയോടുകൂടി ഇടപെടണം എന്ന് പ്രത്യേകമായ നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.